സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചു. നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോട്ടയത്തെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കാണ് എത്തിയത്. രാവിലെ പുതുപ്പള്ളി പള്ളിയിലെത്തിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പുരോഹിതന്മാരും പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു. ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മ പുതുക്കലിനാണ് ഇവിടെ എത്തിയതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുമായി ചേർന്ന് പതിറ്റാണ്ടുകളാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. ആ ഓർമ്മകൾ ഇവിടെ എത്തിയപ്പോൾ മനസ്സിൽ വീണ്ടും എത്തിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. അതൊരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ്. 1-2 വർഷമല്ല, എത്രയോ പതിറ്റാണ്ടുകളുടെ ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ മനസ്സിലെത്തുന്നത്. കുര്യൻ ജോയി, ഉമ്മൻചാണ്ടി, ഞങ്ങളെല്ലാവരും വളരെ കൃത്യതയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണ്. ആ കാലത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇവിടെ ഇപ്പോൾ കല്ലറയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഭരണഘടനാപരമായ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുമെന്നും പുതിയ കാഴ്ചപ്പാടോടെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 71 പുതുമുഖ MLA-മാരെ സഭാകാര്യങ്ങളിൽ പ്രാപ്തരാക്കുന്നതിന് പരിഗണന നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 71 പുതുമുഖങ്ങളാണ് കേരള നിയമസഭയിലെ 140 ആളുകളാണ് മൊത്തമുള്ളത്, ഞാനടക്കം. അതിൽ 71 പേര് പുതുമുഖങ്ങളാണ്. ആ 71 പേരെയും പ്രാപ്തരാക്കി ഒരു നിയമസഭാ നടപടിക്രമങ്ങളിൽ ഉൾക്കൊള്ളിക്കുക, അവരെയും കൂടി ചേർത്ത് പോകുക, ചേർത്ത് പിടിച്ച് നീങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ലക്ഷ്യം. അത് ചെയ്യാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. എല്ലാവരെയും നല്ല ഭംഗിയായിട്ട് ഈ കാര്യങ്ങളിൽ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്ന ഒരു കോൺഫിഡൻസ് അതുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ബ്യൂറോ, കോട്ടയം.